ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. 113 അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഈ മാസം 9 സമാപനമാകും. പമ്പ മണൽപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ നടക്കുന്ന പരിഷത്തിൽ മത രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിരവധി പ്രമുഖരാണ് പങ്കെടുക്കുന്നത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ മാർച്ച് 8 വരെ നടക്കുന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ പത്തനംതിട്ട ജില്ലാതല പരിപാടികൾ ആരംഭിച്ചു. ജില്ലയിലെ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ക്യാൻസർ നിർണയ പരിശോധനയിലൂടെ രോഗം നേരത്തെ കണ്ടെത്തുകയും ചികിത്സിച്ച് ഭേദമാക്കുകയുമാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. സ്ത്രീകളോട് സംവദിക്കുന്ന ക്യാമ്പയിൻ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾ, മേജർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ ആശുപത്രികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാൻസർ സ്ക്രീനിംഗ് നടത്തുന്നത്. സ്ത്രീകളിലെ സ്ഥാനാർബുദം, ഗർഭാശയഗളാർബുദം എന്നിവ കണ്ടെത്തുന്നതിന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടത്തുന്നത്. കോന്നി മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് ബ്ലോക്ക് പ്രവർത്തനം ആരംഭിച്ചു. 2 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഫോറൻസിക് ബ്ലോക്കിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഫോറൻസിക് വിഭാഗത്തിന്റെ ഭാഗമായ മോർച്ചറി ബ്ലോക്കിൽ മജിസ്റ്റീരിയൽ, പോലീസ് ഇൻക്വസ്റ്റ് റൂമുകൾ, മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള 10 കോൾഡ് ചേംബർ, പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള 4 ഓട്ടോപ്സി ടേബിൾ, മെഡിക്കൽ ഓഫീസർ റൂം, സ്റ്റാഫ് റൂമുകൾ, റിസപ്ഷൻ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. പത്തനംതിട്ട ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡ് സാമൂഹ്യവിരുദ്ധരുടെ ഹബ്ബായി മാറുന്നു. മയക്കുമരുന്ന് വിൽപ്പനയും പെൺവാണിഭവും അടക്കം ഇവിടം കേന്ദ്രീകരിച്ച് നടക്കുന്നതായും പരാതിയുണ്ട്. പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പോലീസ് ഉൾപ്പെടെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ പെൺകുട്ടി നിരന്തര പീഡനത്തിന് ഇരയായ കേസിൽ പ്രതിപട്ടിക ഇത്ര നീളുമായിരുന്നില്ല. വിദ്യാർത്ഥികളുടെ സ്ഥിരം സംഘർഷവേദി കൂടിയാണ് ഇവിടം. വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഇവിടെ കൂട്ടം കൂടുന്നതും സംഘർഷമുണ്ടാക്കുന്നതും നിത്യസംഭവമാണെന്ന് ബസ് ജീവനക്കാരും വ്യാപാരികളും ഒരേ സ്വരത്തിൽ പറയുന്നു. ഏതാനും ദിവസം മുൻപ് കൂട്ടം കൂടി ബഹളം വെച്ച വിദ്യാർത്ഥികളോട് പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ 18കാരനായ വിദ്യാർത്ഥി മർദ്ദിച്ച സംഭവവും ഇവിടെ ഉണ്ടായി. വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചു മടങ്ങിയ യാത്രാസംഘത്തിലെ 3 പേരെ പത്തനംതിട്ട പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ജില്ലയ്ക്ക് പുറത്തുള്ള SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. പത്തനംതിട്ട SI ആയിരുന്ന ജിനു, അഷ്ഫാഖ് റഷീദ്, ജോബിൻ ജോസഫ് എന്നീ 2 പോലീസുകാരെയും നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. റേഞ്ച് DIG അജിത ബീഗമാണ് നടപടിയെടുത്തത്. SI S ജിനുവിനെ നടപടിയുടെ ഭാഗമായി പത്തനംതിട്ട SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നുവെങ്കിലും ഗൗരവകരമായ കുറ്റത്തിന് ഈ നടപടി പോരെന്ന വിമർശനമുയർന്നിരുന്നു. എരുമേലി സ്വദേശികളടങ്ങിയ സംഘം കൊല്ലത്ത് വിവാഹ ആഘോഷത്തിൽ പങ്കെടുത്ത് തിരികെ മടങ്ങും വഴി പത്തനംതിട്ട സ്വദേശിയെ ഇറക്കാൻ പത്തനംതിട്ട അബാൻ ജംഗ്ഷന് സമീപം വണ്ടി നിർത്തിയിട്ട സമയത്താണ് ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടിയെത്തിയ പോലീസ് ആളുമാറി വിവാഹ സംഘത്തെ ആക്രമിച്ചത്. കുട്ടികളും സ്ത്രീകളുമടക്കം 20 പേർ വാഹനത്തിലുണ്ടായിരുന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.